ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ജലീൽ വണ്ടൂർ. അപ്പോൾ ഇന്ന് മീൻ കറിയാണ് കേട്ടോ. എന്നുണ്ടല്ലോ മീൻ പൊരിക്കണം, നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളമ്മ ഷാഫി ഞാനും കൂടി ഇന്ന് മീൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി. അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ഉള്ളി ഒന്നുകൊണ്ട് വാട്ടിങ്ങാണ്ട് ഷോപ്പറിലിട്ടിട്ട് അതൊന്നുകൊണ്ട് നല്ല മിക്സ് ചെയ്തെങ്ങാണ്ട് പ്ലേറ്റിലിട്ടിട്ട് ലേശം ഒന്നിങ്ങോട്ട് ചൂടാക്കിയാണ്ട് ഒന്നുകൊണ്ട് തിളപ്പിച്ചതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ കറി ഉണ്ടാക്കി. ഒക്കെ ഓരോ തോന്നലാട്ടോ. ചില ദിവസം നമുക്കങ്ങനെ ഇതുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തോന്നലാണ് മൂപ്പർക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് മീൻ ഉണ്ടപ്പോൾ മീൻ കറി ഉണ്ടാക്കാം. അത്താഴത്തിന് ചോറ് നമുക്ക് ലേശം വെജിറ്റബിൾ ഇട്ട് കണ്ടൊരു ചോറും ഉണ്ടാക്കാം, സാധാ ചോറും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ ഇട്ടിട്ടില്ല കുറച്ച് ചോറും ഉണ്ടാക്കി. ഞങ്ങൾ രണ്ടാളുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ, അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഏതായാലും ചോറുമായി നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ അത്താഴം അതുമ്മലാണ് സെറ്റാക്കി. ഓരോ തോന്നലാണ്. എല്ലാ സാധനം ഉണ്ടാക്കും കേട്ടോ. നല്ല ഫിഷ് മോളി ഇതൊക്കെ എടുക്കണുണ്ടാ, സൂപ്പറായില്ലേ. നല്ല വെജിറ്റബിൾ റൈസും ഫിഷ് മോളി ചിക്കൻ മുളകിട്ടതും. പോരെ, ഒരു പപ്പടം പൊരിച്ചതൊക്കെ വേണ്ടിയിരുന്നില്ലേ. ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ അടുക്കളയൊക്കെ ക്ലീനാക്കാൻ നോക്കുമ്പോൾ ആരോടോ ഫോൺ ചെയ്ത് കണ്ട് ദേഷ്യപ്പെട്ട് കണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടണ പലക എറിഞ്ഞ് പൊട്ടിച്ചിരിക്കണ്. അത് എന്ത് ദേഷ്യപ്പെട്ടാൽ അങ്ങനെ കയ്യിലെന്താ സാധനം വെച്ചാൽ അത് അവിടെ നിരത്തിട്ട് പൊട്ടിച്ചു. ഞാനാ വിട്ടിങ്ങനെ നിൽക്കലാണ്. ദേഷ്യത്തിലാണോ ആ ക്യാരക്ടർ എങ്ങനെ നോക്കിയിട്ട് അടുക്കലുള്ളൂ. അപ്പോൾ ആരോടെ ദേഷ്യപ്പെട്ട് എറിഞ്ഞ് പൊട്ടിച്ചതാണ്. ദേഷ്യമുള്ള സമയത്താണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, എന്ത് ചോദിച്ചാലും മറുപടി ഒന്നും ഉണ്ടാവില്ല. പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ മാതിരി ഒരു മറുപടി ഉണ്ടാവില്ല. ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല തോത്തി തുടച്ച് വൃത്തിയാക്കി. ഇപ്പം ഇന്ന് മീൻ കറി ഉണ്ടാക്കിയതാണ്. അപ്പം സ്മെല്ലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ചോറും അവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കുക. അത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഇല്ലയെന്നുണ്ടെങ്കിലോ ആന കരിമ്പും കാട്ടി ചെന്ന മാതിരി ആകെ ചട്ടിയും കുടിക്കും പാത്രം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. ഓരോ തോന്നലാണ്. ഏതായാലും ഇന്നത്തെ അത്താഴം ഞങ്ങളത് സെറ്റാണ്.